പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 2025 നടന്ന കറണ്ട് അഫയേഴ്സ് ആണ്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ. അപ്പോൾ ബ്രിക്സ് എന്താണെന്ന് നോക്കാം. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. BRIC ബ്രിക് എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയായി രൂപീകൃതമായതാണ് ബ്രിക്. ആദ്യത്തെ അക്ഷരമാണ് BRIC. 2009 ഈ കൂട്ടായ്മ നിലയിൽ വന്നത്. അപ്പോൾ ബ്രിക് ആദ്യം നിലയിൽ വന്നത് 2009. ആകെ 4 രാജ്യങ്ങളുണ്ടായിരുന്നുള്ളൂ. അത് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. ബ്രിക് എന്നായിരുന്നു ആദ്യം നിലവിൽ വരുമ്പോൾ അതിൻ്റെ പേര്. മൂന്നാം ഉച്ചകോടി ചൈനയിലെ കടൽ തീര നഗരമായ സന്നിയിലാണ് നടന്നത്. അത് 2011 ഏപ്രിൽ 14 നടന്നത്. ഈ ഉച്ചകോടി മുതൽ ദക്ഷിണാഫ്രിക്ക കൂടി ബ്രിക് രാജ്യങ്ങളുടെ കൂട്ടത്തിൽ അംഗമായി. ഇതോടെ ബ്രിക് രാഷ്ട്ര കൂട്ടായ്മ ബ്രിക്സ് എന്നായി. BRICS ബ്രിക്സ്. അപ്പോൾ 2005 ഈ ബ്രിക്സിൻ്റെ കൂടെ ബ്രിക്സിലേക്ക് അംഗത്വം നേടിയ മറ്റൊരു രാജ്യമാണ് ഇന്തോനേഷ്യ. എങ്കിലും ബ്രിക്സ് എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഈ രാജ്യങ്ങൾ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, കൂടാതെ സൗത്ത് ആഫ്രിക്ക, അതുകൂടാതെ പുതിയതായിട്ട് ഇന്തോനേഷ്യയും വന്നു. രാജ്യത്ത് ഉൽപാദന വിതരണം കേന്ദ്ര സർക്കാർ നിരോധിച്ച കന്നുകാലികൾക്കുള്ള വേതന സംഹാരി. രാജ്യത്ത് ഉൽപാദന വിതരണം കേന്ദ്ര സർക്കാർ നിരോധിച്ച കന്നുകാലികൾക്കുള്ള വേതന സംഹാരിയാണ് നിമെസുലൈഡ്. മികച്ച ചിത്രത്തിനായുള്ള ഓസ്കാർ പ്രഥമ പരിഗണന പട്ടികയിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രമാണ് ആടുജീവിതം. 2025 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ജേതാക്കള് തൃശ്ശൂരായിരുന്നു. തദ്ദേശ സ്വയംഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി ചുമതലയേറ്റത് ഡോക്ടർ B. അശോക്. പ്രവാസി ഭാരതീയ ദിവസമായി ആഘോഷിക്കുന്നത് ജനുവരി 9. ലോക ഹിന്ദി ദിവസമായി ആചരിക്കുന്നത് ജനുവരി 10. ബഷീർ അവാർഡിന് അർഹനായ PN ഗോപികൃഷ്ണന്റെ കൃതിയാണ് കവിത മാംസഭോജിയാണ്. ലെബനാന്റെ പുതിയ പ്രസിഡന്റ് നിയമിതനാകുന്നത് പേര് ജോസഫ് ഔൻ. ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച ലേല പോർട്ടലാണ് ബാങ്ക് നെറ്റ്. ഇന്ത്യ ഗവൺമെന്റ് അവതരിപ്പിച്ച ലേല പോർട്ടൽ ഏതാണ്? ബാങ്ക് നെറ്റ്. 2025 ജനുവരിയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സ്ഥലമാണ് കാലിഫോർണിയ. ഇന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ ഹബിന് പ്രധാനമന്ത്രി തറക്കല്ലിട്ടത് എവിടെയാണ്? വിശാഖപട്ടണത്ത്. 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനം ഉണ്ടായ സജീവ അഗ്നിപർവ്വതമാണ് ഇബു. 2025 ജനുവരിയിൽ കിഴക്കൻ ഇന്തോനേഷ്യയിൽ സ്ഫോടനമുണ്ടായ സജീവ അഗ്നിപർവ്വതമാണ് ഇബു. 2025 പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ജഗതി ശ്രീകുമാർ. നാഷണൽ അഗ്രികൾച്ചർ കോഡ് NAC രൂപീകരിച്ച സംഘടനയാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അതായത് BIS. നാഷണൽ അഗ്രികൾച്ചർ കോഡ് NAC രൂപീകരിച്ച സംഘടന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ 2025 ആഘോഷിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ 2025 ആഘോഷിച്ച സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. സ്വാമി വിവേകാനന്ദ ജന്മവാർഷികത്തിൽ ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് വികസിത ഭാരതത്തിനായുള്ള യുവ നേതാക്കളുടെ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിൽ. സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തിൽ ദേശീയ യുവദിനത്തോടനുബന്ധിച്ച് വികസിത ഭാരതത്തിനായുള്ള യുവ നേതാക്കളുടെ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലായിരുന്നു. 4 മുതൽ 7 കിലോമീറ്റർ വരെ ദൂരെയുള്ള യുദ്ധ ടാങ്കുകളെ തകർക്കാൻ
ശേഷിയുള്ള DRDO തദ്ദേശീയമായി വികസിപ്പിച്ച് പരീക്ഷണം വിജയിച്ച മിസൈൽ ഏതാണ്? ടാങ്ക് വേദ നാഗ് MK2. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ജനുവരിയിൽ ആഘോഷിച്ചത്? 150. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ 150 വാർഷികമാണ് 2025 ജനുവരിയിൽ ആഘോഷിച്ചത്. റോഡ് അപകടങ്ങൾ തടയാൻ നോ ഹെൽമറ്റ് നോ ഫ്യൂവൽ നയം നിർദ്ദേശിച്ച സംസ്ഥാന സർക്കാരാണ് ഉത്തർപ്രദേശ്. റോഡ് അപകടങ്ങൾ തടയാൻ നോ ഹെൽമറ്റ് നോ ഫ്യൂവൽ നയം നിർദ്ദേശിച്ച സംസ്ഥാന സർക്കാരാണ് ഉത്തർപ്രദേശ്. സംസ്ഥാനത്ത് ആദ്യത്തെ സ്കിൻ ബാങ്ക് ആരംഭിക്കുന്ന ആശുപത്രി. സ്കിൻ ബാങ്ക് ആരംഭിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. ഇന്ത്യൻ നാവികസേനയ്ക്കായി പുറത്തിറക്കിയ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിൻ്റെ പേര്? MPV. അതിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ നാവികസേനയ്ക്കായി പുറത്തിറക്കിയ രണ്ടാമത്തെ വിവിധോദ്ദേശ കപ്പലിൻ്റെ പേര് എന്താണ്? INS ഉൽക്കർഷ. നെപ്റ്റ്യൂൺ മിസൈൽ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? ഉക്രൈൻ. വിക്കിപീഡിയ ദിനമായി ആചരിക്കുന്നത് ജനുവരി 15. ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗത്തിൻ്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ കാലാവസ്ഥാ ഒളിമ്പ്യാഡിൽ ചാമ്പ്യനായ മലയാളി ആരായിരുന്നു? ആദിത്യ സുഹാസ് നായർ. അപ്പം 25 ക്വസ്റ്റ്യൻസും തീർന്നു. കറണ്ട് അഫയേഴ്സ്, ഇമ്പോർട്ടൻ്റ് കറണ്ട് അഫയേഴ്സാണ്. അത് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ ഏത് പരീക്ഷയ്ക്കും, അതായത് PSC പോലെയുള്ള ഏത് കോമ്പറ്റേറ്റീവ് എക്സാമിനും പോകാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത കറണ്ട് അഫയേഴ്സുമായി വേഗം തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.